കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പ് ബ്രീസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ ബാക്കിലൊരു വീടുണ്ട്. ആ വീട്ടിൽ ഷെയ്ഖനായുടെ ഗുരുനാഥനായ ഷെയ്ഖായ മജീദ് സാഹിബ് എന്ന് പറയുന്ന ആളും മറുഭാഗത്ത് ഇങ്ങേ ഭാഗത്ത് സിഎംഒകളും ഉണ്ട്. അന്ന് ആരോടും സംസാരിക്കാത്ത ഘട്ടമാണ്. എന്നോട് ശരിയായ നിരക്ക് സംസാരിച്ചു. വേറെ ഒരാളോടും സംസാരിക്കാത്ത സമയമാണ്. അങ്ങനെ സംസാരിച്ച് ഹഖീഖത്ത്, മാരിഫത്ത്, വിലായത്ത് ഇങ്ങനെയുള്ള പല വിഷയങ്ങളെ സംബന്ധിച്ചു സംസാരിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 12 മണി സമയമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്താണ് നമ്മളെ ഒന്നും നിങ്ങളെ ആ വഴിയിലേക്ക് ചേർക്കാത്തത്? നിങ്ങളെ വഴിയിലേക്ക് ചേർക്കണം എന്ന് പതിപ്പ് കൂട്ടല്ലേ ആ കിടത്തുനിന്ന് എഴുതിയിട്ട് ഇരുന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ നമ്മളെ വഴി തന്നെയല്ലേ, പക്ഷേ നിങ്ങൾ മൂസാ നബിയുടെ ഉദാഹരണവും ഞാൻ ഖദർ നബിയുടെ ഉദാഹരണവും ആണ്. ആ 2 വഴിയാണ്. മൂസാ നബി ജനങ്ങളോട് ബന്ധപ്പെട്ട് തൗഹീദും ഇൽമും പഠിപ്പിച്ച ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇൽമ് പഠിക്കണം, പഠിപ്പിക്കണം, പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, സ്ഥാപനമുണ്ടാക്കണം, ജനങ്ങൾക്ക് നസീഹത്ത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരൊറ്റ വാക്കിൽ അത് പറഞ്ഞു. ആ വാക്കിൻ്റെ ഫലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് നമുക്ക് ധാരാളം പള്ളികൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഞാനും മുക്കം മോഹൻ ഹാജിയും കൂടി കോഴിക്കോട്ട് പല സ്ഥലത്തും ഒരു പള്ളിക്ക് സ്ഥലം കിട്ടുമോ എന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ഒന്നായിട്ടുള്ള സമയത്ത് SYSൻ്റെ തീരുമാനം കോഴിക്കോട് ടൗണിലൊരു പള്ളി വേണം എന്ന തീരുമാനം സ്ഥലം നോക്കാൻ ഞങ്ങൾ 2 ആളെയും ഏൽപ്പിച്ചു. അങ്ങനെ 2 പേരും 2-3 ദിവസം കോഴിക്കോട് ടൗണിൽ പല സ്ഥലത്തും പോയി നോക്കുകയും ആളുകളെ ബന്ധപ്പെടുകയും ചെയ്തു. സ്ഥലം കണ്ടില്ല, കിട്ടിയില്ല. ഇന്ന് കോഴിക്കോട് സിറ്റിയിൽ തന്നെ 30 പള്ളി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്. 30 പള്ളി ഈ കോഴിക്കോട് സിറ്റിയിൽ എടുക്കാൻ അള്ളാഹു തആല നമുക്ക് കഴിവ് തന്നത് ഞാൻ മനസ്സിലാക്കുന്നത് CM വലിയുള്ളാഹിയുടെ ആ വാക്കിൻ്റെ അർത്ഥമായിരിക്കും എന്നാണ്.